ജയിലിലാകുന്ന മന്ത്രി പുറത്ത്. ഇതങ്ങോട്ട് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതിപ്പോൾ JPCക്ക് വിട്ടിരിക്കുകയാണ്. ഇതെവിടെ വരെ എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം എന്ത് എന്നുള്ളത്. ഇത് ഏറ്റവും പ്രധാനം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലിപ്പോൾ കയറി വലിയൊരു പിടി പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസ് അനാവശ്യമായിട്ട് ഒരു വിവാദം ഉണ്ടാക്കി എന്നുള്ളതാണ് BJPയുടെ ആരോപണം. അതായത് വോട്ട് ചോരി എന്ന് പറഞ്ഞ പ്രശ്നം സാധാരണഗതിയിൽ എല്ലാ ഇലക്ഷനും നടക്കുന്ന ഒരു പ്രോസസ്സ്. അതായത് വോട്ടർമാരിൽ ഒരു വിഭാഗം ചിലപ്പോൾ വോട്ട് ചെയ്യാതിരുന്നേക്കാം. ആ വോട്ട് ചെയ്യാതിരിക്കുന്നതിൽ ചില വിഭാഗങ്ങളിലുള്ളവർ മരിച്ചു പോയതായിരിക്കാം, ചിലപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ വന്നതായിരിക്കാം, ചിലപ്പോൾ തെറ്റി എഴുതിയതായിരിക്കാം. ഇങ്ങനെയൊക്കെ എല്ലാ വോട്ടർ പട്ടികയിലും വരാറുണ്ട്. അത് 1952 മുതൽ ഇന്ന് ഈ 2024 നടന്ന ഇലക്ഷൻ വരെ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിയാൽ അറിയാം. കനത്ത പോളിംഗ് എന്ന് പറഞ്ഞാൽ പോലും ഒരു 72-75% ഇപ്പോൾ പോളിംഗ് നടക്കുന്നത്. അപ്പോൾ ബാക്കി അവിടെ വോട്ട് വെറുതെ കിടക്കുകയാണ്. ആ വോട്ടിൽ ഈ പറഞ്ഞ പോലത്തെ മരിച്ചു പോയവരും വിദേശത്ത് പോയവരും അന്യസ്ഥലങ്ങളിൽ പോയവരും ഡ്യൂപ്ലിക്കേഷൻ വന്നതൊക്കെ ചിലപ്പോൾ പെട്ടെന്നിരിക്കും. അത് അവിടെ തന്നെ കിടക്കുകയും ഇതിപ്പോൾ 540 മണ്ഡലങ്ങളിൽ എടുത്താലും ഇതേ വോട്ടർമാരൊക്കെ അവിടെ കാണും. ഇത് വരുന്നത് BLAമാരും BLOമാരും ചേർന്ന് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്ന അപാകത കൊണ്ടാണ്. ആ അപാകതകൾ കറക്റ്റായിട്ട് പരിഹരിക്കാനായിട്ട് അതാത് സ്ഥലത്തെ സ്ഥാനാർത്ഥികൾ, അവരുടെ പാർട്ടികൾ ഒക്കെയാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ ഇത് തിരുത്തി പോകുന്നതാണ് പതിവ്. നമ്മുടെ ഇവിടെ അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് അടൂർ പ്രകാശാണ്. അദ്ദേഹത്തിൻ്റെ ഏത് മണ്ഡലത്തിൽ നിന്നാലും ഇലക്ഷന് മുമ്പായിട്ട് ഇത്തരമുള്ള ഡ്യൂപ്ലിക്കേഷനുകളൊക്കെ മാറ്റി കറക്റ്റ് വോട്ടർമാരെ മാത്രം അതിനകത്ത് കൊണ്ടുവരുന്ന ഒരു ശൈലി എടുക്കാറുണ്ട്. ആരൊക്കെ കള്ളത്തരത്തിൽ കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സംശയകരമായിട്ടുള്ളതുണ്ടോ, അതെല്ലാം അദ്ദേഹം വെട്ടിത്തിരുത്താറുണ്ട്. ഈ പ്രോസസ്സ് ചെയ്തില്ല എന്നുള്ളതാണ് കോൺഗ്രസിന് പറ്റിയൊരു അപാകത. ഇത് BJP പലയിടത്തും അവരുടെ മണ്ഡലങ്ങളിൽ അവർ ചെയ്യാറുണ്ട്. കോൺഗ്രസിൻ്റെ പല സ്ഥാനാർത്ഥികൾക്കും താഴെത്തട്ടിൽ ബേസ് കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ വർക്കേഴ്സ് കുറവായതുകൊണ്ടോ അവർക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ വന്ന ചില പ്രശ്നങ്ങൾ പൊക്കിയെടുത്താണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന ഒരു പ്രശ്നവുമായിട്ട് വന്നത്. ആ വാക്ക് തന്നെ ഉപയോഗിക്കരുതെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അപാകത തോന്നുന്നെങ്കിൽ ആ അപാകത ഞങ്ങളെ ചൂണ്ടിക്കാണിക്കൂ, അല്ലാതെ വോട്ട് ചോരി എന്ന ഒരു ഡിഫൈൻ ചെയ്യുന്ന പദം തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്കെതിരെ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ വാദം. എന്തായാലും രാഹുൽ ഗാന്ധി അതുമായി വളരെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ അഡ്വൈസേഴ്സ് അത് ആരാണെന്ന് നമുക്കറിയില്ല. ചിലർ പറയുന്നു സോറസ് ആണ്, ചിലർ പറയുന്നു വിദേശത്തുള്ള മറ്റു ചിലരായിരിക്കും, ചിലർ പറയുന്നു നാട്ടിലുള്ളവർ തന്നെ അദ്ദേഹത്തിന് കൊടുത്ത റോങ് അഡ്വൈസ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതാണെന്നുള്ളത് അദ്ദേഹം പ്രൂഫ് കൊണ്ടുവന്നാലേ അറിയാൻ പറ്റൂ. നമ്മളൊരു പടം കാണിച്ച് അവിടെ വോട്ടുകളുടെ ഒരു ലിസ്റ്റ് മാത്രം പറഞ്ഞ് ഇത്ര വോട്ട് കള്ളവോട്ടാണ്, ഇത്ര വോട്ട് അബ്സ്കോണ്ടിങ് ആണ്, അല്ലെങ്കിൽ ഇത്ര വോട്ട് മറ്റ് സ്ഥലങ്ങളിൽ ഡ്യൂപ്ലിക്കേഷൻ ഉള്ളതാണ്, ചിലരുടെ ഫോട്ടോ ഇല്ല, പിന്നെ പേരില്ല, അഡ്രസ്സ് ഇല്ല, ഇങ്ങനെയൊക്കെ പറയുന്നതിന് പകരം ഒരു 100, 200, 500, 1000 എത്രയാണോ അദ്ദേഹത്തിന് കിട്ടുന്നത് ആ ഒരു സ്പെസിഫിക് കേസുകൾ കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പാകെ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. പക്ഷേ എങ്കിലും ഇതൊരു വലിയ ആയുധമാക്കി ഏതാണ്ട് ആഗസ്റ്റ് 1 വരെ 16 ദിവസം 20 ജില്ലകളിൽ ബീഹാറിൽ 1300ഓളം കിലോമീറ്റർ സഞ്ചരിച്ച് വലിയൊരു പരിപാടി നടത്തുകയാണ് അദ്ദേഹം. ആ പരിപാടി അങ്ങനെ നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാമാണ്. അതിന് ഇലക്ഷൻ കമ്മീഷനെ കരുവാക്കുന്നു എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പരാതി. അപ്പോൾ ഇതിനിടയ്ക്ക് ഇത് BJPയെ, ഇലക്ഷൻ കമ്മീഷനെയാണ് പറയുന്നതെങ്കിൽ ഇത് BJPയെ ഡിഫൈൻ ചെയ്യാനും BJPയും ഇലക്ഷൻ കമ്മീഷനും തമ്മിലുള്ള ഒത്തുകളിയാണെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ. അതുകൊണ്ട് തന്നെ BJPക്ക് ഇതിൽ എന്നാൽ പിന്നെ യഥാർത്ഥ ഭരണഘടന പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് കളിക്കാം എന്ന് പറഞ്ഞ് ഇട്ടുകൊടുത്ത ഒരു മന്ത്രമാണ് ഈ പുതിയ 130ാം ഭേദഗതി. അപ്പം അതിനകത്ത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഇന്ത്യ അഴിമതിയുടെ കാര്യത്തിൽ 182 രാഷ്ട്രങ്ങളുടെ കണക്കെടുക്കുമ്പോൾ 96ാമതാണ്. ആ 96ാമത് വന്നിരിക്കുന്ന ഇന്ത്യ ഇന്നല്ല, പണ്ട് മുതലേ ഈ ഏതാണ്ട് നിലവാരത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഇത് നമുക്ക് മാറ്റണ്ടേ? ഇത് മാറ്റണമെങ്കിൽ മോൾ തട്ടിലെ അഴിമതി ആദ്യം കുറയ്ക്കണം. ആ പറയുന്നതിലൊരു കഥയുണ്ട്. കാരണം ഒരു ചീഫ് മിനിസ്റ്റർ അഴിമതി കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ അഴിമതി കാണിക്കും. അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ അഴിമതി കാണിച്ചാൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള IAS IPS ഉദ്യോഗസ്ഥന്മാരിൽ
ഒരു വിഭാഗം അഴിമതി കാണിക്കും. അങ്ങനെ അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ ഗസറ്റഡ് ഓഫീസർമാർ വരും. ഗസറ്റഡ് ഓഫീസർമാർ അഴിമതി കാണിച്ചാൽ ക്ലർക്കുമാരും പിയൂണും ഉൾപ്പെടെയുള്ളവർ കൊങ്ങയ്ക്ക് പിടിച്ച് പൈസ വാങ്ങുന്ന അഴിമതിയിലേക്ക് മാറും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു ചെയിൻ ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ ആദ്യം ടോപ്പിൽ തന്നെ വരണം. എപ്പോഴും ക്ലീനിങ് ടോപ്പിൽ നിന്നാവണം. അതിന് പറ്റിയ ഒരു സ്ലോഗനാണ് BJP ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യം 4ാമത്തെ എക്കണോമിക് പവറായി, GDP-യിൽ വലിയ മാറ്റം വന്നു. അപ്പോൾ കോൺഗ്രസും ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട്, എന്നിട്ട് പാവങ്ങളുടെ ഇടയിലൊന്നും കാണുന്നില്ലല്ലോ ഇത്. പാവങ്ങളുടെ ഇടയിലേക്ക് ഇത് കാണാത്തതിൻ്റെ കാരണം ഇപ്പോഴും പാവങ്ങൾക്ക് 100 രൂപ കൂലിയിലല്ലേ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നുണ്ട്. അപ്പം അതിന് കാരണം പണ്ട് രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ്. 100 രൂപ ഞാൻ ഡൽഹിയിലെ സെക്രട്ടേറിയറ്റിലിരുന്ന് പാസ്സാക്കുമ്പോൾ അത് ഗുണഭോക്താവിൻ്റെ കയ്യിലെത്തുമ്പോൾ 10 രൂപയാകും. 90% അഴിമതി ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ആ അഴിമതി മാറ്റണ്ടേ? ഇത് വലിയൊരു ചർച്ചയ്ക്ക് വിധേയമാക്കാൻ കൂടെയാണ് BJP ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് പറഞ്ഞ പോലത്തെ ഒരു ഉണ്ടയില്ല വെടിയല്ല ഇത്. ഇതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, 90% അഴിമതി ഞാൻ ഭരിക്കുമ്പോൾ തന്നെ ഇവിടെ നടക്കുന്നു, ഇത് പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വെള്ളം എത്രയോ ഒഴുകി, കാലം എത്രയോ പോയി. അപ്പൊ ഇനിയും ഇത് വേണ്ടേ, ഒരു മാറ്റം വേണ്ടേ? അതിന് രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു? അങ്ങനെയാണെങ്കിൽ ഈ ബില്ലിന് സപ്പോർട്ട് ചെയ്യുമോ? ഇത് വല്ലാത്ത കെണിയാണ്. പക്ഷേ ഇത് ബില്ല് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആരോപണത്തിലേക്ക് BJP ഇതിനെ കൊണ്ടുപോകുമെന്നുള്ളതാണ്. ഇത് ഭേദഗതി ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്കറിയാം 3/2 ഭൂരിപക്ഷം വേണം. അത് നടന്നില്ല എങ്കിൽ ഇത് ജനത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യമായിട്ട് നിൽക്കും. BJP ഇങ്ങനെ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഈ നാട് നന്നാക്കണമെന്നാണോ ആഗ്രഹം, അതോ നാട് മലീമസമാക്കണമെന്നാണോ ആഗ്രഹം? ഇവിടുത്തെ സ്ഥാപനങ്ങളെ മലീമസമാക്കണം എന്നാണ് ആഗ്രഹം? എല്ലായിടത്തും ചോരി എന്നൊക്കെ പറഞ്ഞ് നാറ്റിക്കലാണോ ഉദ്ദേശം, അതോ നാട് നന്നാക്കാനാണോ എന്ന് ചോദിക്കാനുള്ള ഒരു മാർഗം കൂടിയായിട്ട് BJP ഇതിനെ എടുക്കും. ഞങ്ങൾ വളരെ നാട് നന്നാക്കാനുള്ള ഏറ്റവും നല്ല സംവിധാനം, ഭരണഘടനയിൽ ആവശ്യമായ സംവിധാനം, അത് ഇതുവരെ ഭരണഘടനയിൽ ഈ അഴിമതി എന്ന ഒരു വിഷയത്തിനെ കുറിച്ച് പ്രത്യേകമായിട്ടൊരു ആർട്ടിക്കിളോ സെക്ഷനോ ഒന്നുമില്ല. അപ്പോൾ അത് ആകെയുള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഈ ധർമ്മം, നീതിയൊക്കെ നടപ്പിലാക്കുന്നതിന് ആ പൊതുതത്വങ്ങളാണുള്ളത്. ആ പൊതുതത്വങ്ങളിൽ തന്നെ വളരെ വേഗമായിട്ടേ പറയുന്നുള്ളൂ. ആ തത്വം നടപ്പിലാക്കിയില്ലെങ്കിൽ ആരെയും നമുക്ക് പിടിച്ചു കെട്ടാനും ജയിലിൽ കൊണ്ടിടാനും ഒന്നും പറ്റില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു മോദി മുമ്പ് പറഞ്ഞ 400 കടക്കും എന്ന് പറഞ്ഞത് ആ 400 ജനങ്ങളോട് ചോദിക്കും. എനിക്ക് ഭൂരിപക്ഷം തന്നാൽ ഞാൻ അഴിമതി ഇല്ലാതാക്കും. അഴിമതി ഇല്ലാതാക്കണമെങ്കിൽ എനിക്ക് പാർലമെന്റിൽ 410 സീറ്റ് തരണം. ഇത് അടുത്ത ഇലക്ഷനിലെ ഒരു മുദ്രാവാക്യമായി വന്നുകൂടായികയില്ല. 410 സീറ്റ് കിട്ടിയാലേ ഞാൻ ഉദ്ദേശിക്കുന്ന വലിയ വികസനങ്ങൾ ചെയ്യാനൊക്കെ പോകും. ഇന്ത്യ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുകയാണ്. 4ാമത്തെ ശക്തി വരെയായി, നമ്മൾ 3ാമത്തെ ശക്തിയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ തടസ്സങ്ങളിൽ ഒന്ന് അഴിമതിയാണ്, ഒന്ന് പിന്നെ നമ്മുടെ വിദേശങ്ങളിൽ നിന്ന് വരുന്ന ചില പ്രതിരോധവും മറ്റു കാര്യങ്ങളുമാണ്. പിന്നെ നമ്മുടെ അകത്തെ എക്കോണമി ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് പിന്നെ പലവിധ നടപടികൾ എടുക്കേണ്ടതുണ്ട്. അതിനൊക്കെ തടസ്സം ഈ വലിയ അഴിമതിയാണ്. അത് നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ 96ാമതായി നമ്മൾ നിൽക്കുമ്പോൾ ഡെൻമാർക്ക്, ഫിൻലാൻഡ്, സിംഗപ്പൂർ 3ാമതാണ്. സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ കൊച്ചു രാജ്യം 3ാമതാണ്. ഇന്ത്യയെ പോലെ ബൃഹത്തായ ഒരു രാജ്യം, ഇത്രയും ആളും ജനവും സംവിധാനങ്ങളുള്ള നമുക്ക് ഇതിൽ എത്രയോ മുന്നോട്ട് വരാം. അതിനുള്ള സംവിധാനം നമ്മൾ ചെയ്യേണ്ടേ. അഴിമതി ഇല്ലാതാക്കിയാലേ നമ്മൾ ആർട്ടിക്കിൾ 14 പറഞ്ഞിട്ടുള്ള ഇക്വാളിറ്റി നടപ്പിലാക്കാൻ പറ്റുള്ളൂ. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21 നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനൊക്കെ ഭരണഘടനയിൽ ഒരു ചേഞ്ച് വേണം, അതിനൊരു മാറ്റം വേണം. അതല്ലേ യഥാർത്ഥ ആവശ്യം. അല്ലാതെ ഭരണഘടനയെ അവഹേളിക്കുന്ന വിധത്തിൽ ഇങ്ങനെ വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് ജാഥ നടത്തുന്നതിൽ വല്ല കഥയുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇദ്ദേഹത്തിന് പൂട്ടാനുള്ള ഒരു മാർഗം കൂടെ പൊളിറ്റിക്കലായിട്ടുണ്ട്. അതിന് പുറമെ ഇതൊരു നല്ല മുദ്രാവാക്യമാണ്. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വളരെ ആവശ്യം. കാരണം BJP കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത് ഇപ്പൊ 2 വർഷം ശിക്ഷിച്ചാൽ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വേറെ? പക്ഷെ 2 വർഷം ആരെ ശിക്ഷിച്ചിരിക്കുന്നു? ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിയുടെ പിതാവ് പറഞ്ഞതുപോലെ 90% അഴിമതി നിലനിൽക്കുന്ന ഈ രാഷ്ട്രത്തിൽ, അദ്ദേഹത്തിന്റെ കാലത്ത് നിലനിൽക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞ ആ രാഷ്ട്രത്തിൽ അഴിമതി മാറ്റാൻ എന്ത് നടപടി എടുത്തു? എന്നിട്ടും എത്ര പേരെ ശിക്ഷിച്ചു? ആകെ 2 പേരെയാണ് ശിക്ഷിച്ചത്. ഒന്ന് നമ്മുടെ R. ബാലകൃഷ്ണ പിള്ളയും ഒന്ന് ലാലു പ്രസാദ് സാദ്. R. ബാലകൃഷ്ണ നമുക്കറിയാം, കുറച്ച് ദിവസം ജയിലിൽ കിടന്നു. അതിനുശേഷം പല കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹം
ആ സുഖവും ഒക്കെ പറഞ്ഞ് മോചിതനായി അവസാനം ക്യാബിനറ്റ് റാങ്കിൽ അദ്ദേഹം ഇവിടെ മുന്നോക്ക കോർപ്പറേഷന്റെ ചെയർമാനായിട്ടിരുന്നാണ് അദ്ദേഹത്തിന് പിന്നെ അഴിമതിക്കെതിരെയുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. ഇനി ലാലു പ്രസാദാണ്, അദ്ദേഹത്തിന്റെ അറിഞ്ഞൂടാ, അദ്ദേഹം ഇനി വീണ്ടും മുഖ്യമന്ത്രി, ബീഹാറിലെ മുഖ്യമന്ത്രി ആകാനാണോ അതോ ബീഹാറിലെ പ്രതിപക്ഷ നേതാവാനാണോ? ഇപ്പൊ പുറത്തു നിൽക്കുകയാണല്ലോ. ഇപ്പൊ പുറത്തു നിൽക്കുകയാണ്. അത് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് അദ്ദേഹം പുറത്തു നിൽക്കുകയാണ്. അദ്ദേഹം ഈ ജാഥയിൽ പലയിടത്തും പങ്കെടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അദ്ദേഹത്തെ മിനിമം മാറ്റി നിർത്താനെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ശ്രമിക്കണ്ടേ? അഴിമതി ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു ജാഥയാണ് അദ്ദേഹം. വോട്ട് സ്റ്റോറി അത് മാറ്റാനായിട്ട് നടത്തുന്ന ജാഥയിൽ ഇത്തരം 5000 കോടിയുടെ അഴിമതി കാണിച്ച ആളിനെ മുന്നിൽ നിർത്താമോ, അല്ലെങ്കിൽ കൂടെ നിർത്താമോ? മോൻ നിന്നോട്ടെ, അച്ഛനെ തേജസ്വി നിന്നോട്ടെ, അച്ഛനെ മാറ്റി നിർത്തണ്ടേ? അപ്പൊ അദ്ദേഹം ഇവിടെ വന്ന് പലയിടത്തും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് രാഹുൽ ഗാന്ധിക്ക് അഡ്വൈസ് ചെയ്യുന്നവരുടെ ഒരു അപാകതയാണ്. വോട്ട് ചോരി എന്നതിനേക്കാൾ എത്രയോ വിഷയങ്ങൾ ഈ നാട്ടിലുണ്ട്, ജനങ്ങൾക്ക് വളരെ പ്രിയകരമായ, ജനങ്ങൾക്ക് ആവശ്യമുള്ള. ഇത് എവിടെയാണ് വോട്ട് ചോരി ഏക്കും? എവിടെയെന്നറിയാമോ? ഇത് ഏതോ വിദേശികൾ പറഞ്ഞു കൊടുത്തതാണ്. UK ഇത് പറഞ്ഞാൽ ഏക്കും, USA ഇത് പറഞ്ഞാൽ ഏക്കും. കാരണം അവർ വോട്ടിന് ഭയങ്കര വില കൊടുക്കുന്നത്. നമ്മുടെ ഇവിടെ വോട്ടെന്ന് പറഞ്ഞാൽ ദിവസം രാവിലെ എണീക്കുമ്പോഴാണ് വോട്ടിൻ്റെ അന്ന് എൻ്റെ പോളിംഗ് ബൂത്ത് ഏതാണ്, പോളിംഗ് സ്റ്റേഷൻ ഏതാണ്, അവിടെ എനിക്ക് ഏത് റൂമിലാണ്, അത് ഇന്നടത്ത് നഴ്സറിയിലാണോ വായനശാലയിലാണോ LP സ്കൂളിലാണോ എന്ന് ചോദിക്കുന്ന ആളിലാണുള്ളത്. എന്നിട്ട് ഒരു തുണ്ട് കിട്ടിയാൽ ഞാൻ പോകാമെന്ന് പറയും, തുണ്ട് കിട്ടിയില്ലെങ്കിൽ പോണില്ല എന്ന് പറയും. മഴ പെയ്താൽ ഞാൻ ഇന്ന് വോട്ട് ചെയ്യാൻ പോണില്ല എന്ന് പറയും. ഇതാണ് നമ്മുടെ ജനം. കാരണം വോട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക മാറ്റവും ഇവിടുത്തെ ജനങ്ങൾക്ക് സംഭവിക്കുന്നതായി ജനങ്ങൾ കരുതിയിട്ടില്ല. കാരണം അതിന് മാറ്റം വരുത്താനാണ് നരേന്ദ്രമോദി ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് അവർക്ക് പറയാൻ കഴിയും. ചേഞ്ച് വേണോ? നിങ്ങൾക്ക് ഡ്രാസ്റ്റിക് ചേഞ്ചിന് ആഗ്രഹമുണ്ടോ? അഴിമതി തുടച്ചു നീക്കണം. അതിന് ഞങ്ങൾ ഇതാ ഒരു സാധനം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇതിന് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുക മാത്രമല്ല, എനിക്കിത് നടപ്പിലാക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയും പാർട്ടിയും വിശ്വസിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വിശ്വസിച്ചിട്ട് കാര്യമില്ല, അവരെതിർത്തോണ്ട് നിൽക്കും. അപ്പോൾ ഈ തരം കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ എനിക്ക് മുമ്പ് പറഞ്ഞ പോലെ 400 തന്നാൽ പോരാ, 400 പോരാ, അതിൽ കൂടുതൽ 10 വോട്ടും കൂടെ തരണം, 10 സീറ്റും കൂടെ തരണം. 410 തന്നാലേ എനിക്ക് 3-2 ഭൂരിപക്ഷം പാർലമെന്റിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പം അതിനുള്ളൊരു നീക്കം കൂടിയായിട്ട് അടുത്ത ഒരു ഇലക്ഷൻ എന്ന് വന്നാലും അതിൻ്റെ ഒരു മുദ്രാവാക്യം കൂടിയായിട്ട് BJP ഇതിനെ മാറ്റുമെന്നുള്ളതാണ് സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.